നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നന്മയുടെ നറുപുഷ്പങ്ങളുമായി ഇതാ ജീസസ് കിഡ്സ്. ഏവർക്കും സ്വാഗതം. അനുഭവങ്ങൾ നർമ്മത്തിലൂടെ നമ്മിലേക്ക് പകരാൻ ഇതാ റെഡി കാട്ടിലെ കൂട്ടുകാർ. ഇല്ല ഗംഭീരേ, ലോൺ വീട്ടിയിട്ട് പപ്പ ബാഗ് വാങ്ങി തരാമെന്നാ പറഞ്ഞിട്ടുള്ളത്. പഴയ ബാഗ് നല്ലതല്ലായിരുന്നോ? ഓ, അത് 2 വർഷം മുമ്പ് വാങ്ങിയതാ, മൊത്തം അങ്ങ് പോയെന്നേ. എന്നാലും പുസ്തകം കൈ പിടിച്ച് നടന്ന കൈവേദന പപ്പീസ്. ഓ, അത് പറയാനുണ്ടോ, നല്ല വേദനയാ, കൈ കളച്ചു. പപ്പീസേ, എന്റെ വീട്ടില് ഒരു പഴയ ബാഗുണ്ട്, ഞാനത് കൊണ്ടു തരട്ടെ? വേണ്ട മോട്ടു, എന്തായാലും പപ്പ ബാഗ് വാങ്ങി തരുന്നത് വരെ ഞാൻ സഹിച്ചോളാം. പപ്പീസിന്റെ പപ്പയെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന എന്റെ അഭിപ്രായം. തൽക്കാലം മോട്ടുവിന്റെ പഴയ ബാഗ് വാങ്ങുന്നു. എങ്കിൽ ശരി, മോട്ടു ബാഗ് കൊണ്ടുപോവാ, ഞാൻ നോക്കട്ടെ. പഴയതാണെങ്കിലും നല്ല ബാഗാട്ടോ. ആ ശരി ശരി, എനിക്ക് റേഷൻ കട വരെ ഒന്ന് പോകണം. റേഷൻ കടയിലേക്ക് ബൈ. കഷ്ടം, എന്തൊക്കെ പറഞ്ഞാലും നമ്മളാണെങ്കിൽ ഈ പഴയ ബാഗ് കൊണ്ട് നടക്കൂ. പപ്പീസ് പപ്പയുടെ വിഷമം മനസ്സിലാക്കിയത് കൊണ്ടാ അവനിങ്ങനെ പഴയ ബാഗ് നല്ലതല്ലെന്ന് പറഞ്ഞ് വാങ്ങാതിരിക്കും നിന്റെ കയ്യിന്ന്. പപ്പീസ് അത്രക്കാരനൊന്നും അല്ല. കണ്ടറിയാം ഇതൊക്കെ നടക്കോന്ന്. അതെന്താ ഗംഭീർ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലോട്ടാ. എന്നിട്ട് ഏതായാലും ഇന്ന് വീട്ടിലെത്തിയിട്ട് എന്താ പറ്റി? അത് പിന്നെ അത് മണി ബാഗ് കിട്ടി. സംസാരിക്കണേ റോട്ടീന്ന്. അതായത് ഇത് കണ്ട, ഇത് നിറയെ കാശാ, വീണ് കിട്ടിയതാ റോട്ടിൽ നിന്ന്. അതല്ലേ ഞാൻ പോണ വഴിക്ക് നിറയെ കാശുള്ള ബാഗാ. എനിക്ക് പേടിയാ, ഞാൻ തുറന്നു നോക്കിയില്ല. എന്റെ ദൈവമേ, 2000 പെട്ടക്കിണ നോട്ടാണ് ഈ കാണുന്നത്. എന്റെ അമ്മോ, പാവട്ടോ, ഇത് പോയ ആള് എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. അതെ അതെ, പറഞ്ഞ ശരിയാ. അല്ല, വല്ല അഡ്രസ്സും ഉണ്ടോന്ന് നോക്കിക്കേ അതില്. അഡ്രസ് നോക്കാം. അഡ്രസ് താഴെയാണ് കിടക്കുന്നത്. എന്താ എന്താ എഴുതിയിരിക്കുന്നേ? ആ കബില് ഏഴിമല. ഓ, ഇമ്മടെ കബില് എനിക്കറിയാം. എന്തായാലും ഇത് എനിക്ക് പേടിയാവുന്നുണ്ട് കേട്ടോ. എന്തിന്? നമുക്കിത് വഴിന്ന് കിട്ടിയതല്ലേ. ഇത് ഞാൻ നാളെ തന്നെ കബിലിന്റെ വീട്ടിൽ കൊണ്ടെത്തിക്കാം. തൽക്കാലം ബാഗ് കിട്ടിയ പപ്പീസ് തന്നെ ബാഗ് കയ്യിൽ വെക്കട്ടെ. ബാഗ് പപ്പീസിന് കൊടുക്കണം. അതെന്തത്?
അതാ അതിന്റെ ശരി. എന്നാലും ഇത്രയും പണം എന്റെ കയ്യില്. പപ്പീസ് തൽക്കാലം ബാഗ് കൊണ്ടുപോയിക്കും. ശരി ശരി, എങ്കിൽ തന്നോളൂ. തുറന്നോക്കരുതിട്ടാ. എനിക്ക് പേടിയാ. എങ്കിൽ ശരി, ഞങ്ങൾ പോട്ടെ. ശരി, ഓക്കെ. ഞാനപ്പോ ഈ കാശിനി സൂക്ഷിച്ചു വെക്കണല്ലേ. ബാഗ് പപ്പീസ് ശരിയില്ലട്ടാ. ഏത് സമയത്ത് ചേട്ടന്റെ പേര് പറയാൻ തോന്നിയത് എനിക്കറിയില്ലതേ. അതേതായാലും നന്നായി കേട്ടോ. അവന്മാർക്കൊരു സംശയം തോന്നിയില്ലേ? ഇനി ബാഗ് എങ്ങനെ തുറക്കൂന്ന് എന്റെ പേടി. അല്ല, ആ പപ്പീസ് മണി ബാഗ് നമുക്ക് തിരിച്ചു തരുമോ? തീർച്ചയായിട്ടും തരും. പപ്പീസ് അത്രക്കാരനായിരുന്നെങ്കിൽ ബാഗ് ആരറിയാണ്ട് വീട്ടിൽ പോയേനെ. ഇനിയിപ്പോ ശരിക്കുള്ള ഉടമ വന്നാലോ? അതല്ല ഞാൻ ചേട്ടനോട് പറഞ്ഞത്, ഇന്ന് തന്നെ പോയിട്ട് മണി ബാഗ് കൈക്കലാക്കണമെന്ന്. എന്നാലും ഗംഭീറിന്റെ ബുദ്ധി അപാരം തന്നെ. അപ്പോ എന്റെ അഡ്രസ് പറയാൻ തോന്നിയത് ഗംഭീര ഐഡിയ. പണം കിട്ടിയ 50-50 മറക്കണ്ടട്ടാ. അതിൽ പറയാനുണ്ടോ? നമുക്ക് 50-50 കാര്യങ്ങളല്ല. ഹലോ പപ്പീസ്. ഹലോ ഗംഭീരോ, വാ. ഇയാള് മനസ്സിലായേ? ഇതാരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. പപ്പീസിന് നല്ല മനസ്സുണ്ട്. ആത്മഹത്യന്ന് രക്ഷപ്പെട്ട ഒരാളാണിത്. ആത്മഹത്യന്നോ? അതെന്താണോ? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല. പപ്പീസിന് കളഞ്ഞു കിട്ടിയ ബാഗിന്റെ ഒട്ടമ്മയാണിത്. ഓ, അദ്ദേഹമാണോ ഇദ്ദേഹം? അത് വലിയ ഉപകാരം. ഞാൻ ബാങ്കിൽ കൊണ്ടുപോയ പണമായിരുന്നു. ഭാഗ്യത്തിന് അതിൽ എന്റെ അഡ്രസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. അഡ്രസ് ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഈ ഗംഭീർ എന്റെ അഡ്രസ് തിരിച്ചറിഞ്ഞത് കൊണ്ടാ പണം എനിക്ക് തന്നെ കിട്ടിയത്. എന്തായാലും പണം തിരിച്ചു കിട്ടിയില്ലേ? ഈശ്വരനോട് നന്ദി പറയുക. ഞാൻ പണം എടുത്തിട്ട് വരാം കേട്ടോ. ആള് വിശ്വസിച്ചു കേട്ടോ. പണം മുഴുവനും ഉണ്ടായാൽ മതിയായിരുന്നു. ഇതാ നിങ്ങളുടെ പണം. വലിയ വലിയ ഉപകാരം. അയ്യോ, ഇതിനൊക്കെ ഉപകാരം പറയണോ? ഒരിക്കലും മറക്കില്ല. ഇത് പപ്പീസിന്റെ കയ്യിലിരിക്കട്ടെ. അയ്യോ ചേട്ടാ, എനിക്ക് വേണ്ട. അർഹതപ്പെടാത്ത പണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടില്ല. ശരി, അങ്ങനെയാവട്ടെ. ഈ പണം എനിക്ക് നൽകിയ പപ്പീസിനെ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. ചേട്ടൻ എനിക്ക് തരാൻ ഉദ്ദേശിച്ച പണത്തിനേക്കാൾ മൂല്യമുണ്ട് ഈ വാക്കുകൾക്ക്. ശരി. അല്ല പപ്പീസേ, സത്യമാണോ ഈ പറയുന്നത്? സത്യമാണ് മോട്ടു. ആ പണം ഞാൻ അതിന്റെ ഉടമസ്ഥനെ ഏൽപ്പിച്ചു. എങ്കിൽ അങ്ങനെയല്ല കാര്യങ്ങള്. പപ്പീസ് ആ പണം കൊടുത്തില്ല, പപ്പീസ് ആ പണം ചിലവാക്കി എന്നൊക്കെയാ ഈ കാട്ടില് പറയുന്നത്. ഈശ്വര, ഞാൻ ഇത് എങ്ങനെയാ തിരുത്തിയെടുക്കുക? പപ്പീസേ, പുതിയ ബാഗ് വാങ്ങിയതും മറ്റും ഈ പണം കൊണ്ടാണെന്നാ ഗംഭീർ എന്നോട് പറഞ്ഞത്. പപ്പ എനിക്ക് കഴിഞ്ഞ ദിവസം വാങ്ങി തന്ന ബാഗായത്. പപ്പീസ് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്നേ. സാർ വന്നല്ലോ. എന്താ പപ്പീസേ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ കേട്ടതൊക്കെ സത്യമാണോ? അല്ല സാറേ, ഒന്നും സത്യമല്ല. നടന്നതെല്ലാം പപ്പീസ് എന്നോട് പറഞ്ഞു. ഞാനും വിശ്വസിച്ചിട്ടില്ല പപ്പീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊന്നും ഉണ്ടാകുമെന്ന്. നിങ്ങൾക്കറിയുമോ, പണം നഷ്ടപ്പെട്ട കോവർ നെഞ്ചുവേദന വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റാ. ഞാൻ അവിടെ പോയിരുന്നു. കഷ്ടം തന്നെ. സാറിനോട് ഞാൻ അന്നേ പറഞ്ഞില്ലായിരുന്നോ ഞങ്ങൾക്ക് വഴിയുന്നൊരു പേഴ്സണിന്റെ കാര്യം? ഞങ്ങള് രണ്ടുപേരും കൂടാതെ പിന്നെ ഗംഭീറിന് മാത്രമാണ് അതറിയുന്നത്. പിന്നെ ഇപ്പം കപിലിനും. ബിസിനസ് തുടങ്ങാൻ വേണ്ടി സ്വരുകൂട്ടി വെച്ച പണമാ. കുറെ അധികം ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ സാരമില്ല. മോട്ടു തന്ന സൂചന അനുസരിച്ച് ആ കപിലിനെയും ഗംഭീറിനെയും പിടിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യുന്നു. വേണം സാറേ, ആ ചതിയന്മാരെ പിടിച്ചേ പറ്റൂ. നിങ്ങൾ വിഷമിക്കണ്ട. അറിയാത്ത കാര്യം. പണം ഇട്ടിട്ടെന്താ കാര്യം? ചെലവാക്കാൻ കഴിയണ്ടേ? ഉണ്ടായിരുന്ന ചില്ലറ 2 ദിവസം കൊണ്ട് തീർന്നു. ഇനിയിപ്പൊ കറങ്ങണമെങ്കിൽ എന്ത് ചെയ്യും? ഇത് പേപ്പട്ടെ കൊണ്ടുപോയിട്ട് ചില്ലറയാക്കും. ഇത്രയും വലിയ നോട്ട് ചില്ലറയായി മാറാൻ ഞാൻ ചെന്ന
എന്നെ പിടിക്കുമെന്ന് ഉറപ്പാണ്. താരത് എന്റെ പുതിയ നമ്പറിൽ ആരാണ് വിളിക്കണത്? ഇതെങ്ങനെ സാധിക്കണത്? ചിലപ്പോ കപിലായിരിക്കും. കപിലിന് മാത്രമല്ല എന്റെ പുതിയ നമ്പർ അറിയൂ. ഹലോ, കപിലായിരുന്ന? ഞാനിവിടെ ഉണ്ട്, നമ്മുടെ ഈ ചെങ്കോട്ടക്കനാലിന്റെ താഴത്ത്. ആര് പിടിക്കാൻ? പിന്നെ ഞാനാകപ്പെട്ടിരിക്കുക. ചില്ലറില്ലെന്നേ, ചില്ലറ ചാമുക്ക 2000 നോട്ടല്ലേ? ഈ 2000 നോട്ട് ഞാൻ എവിടെ കൊണ്ട് പോയി മാറും? ഹലോ ഹലോ, കട്ടായില്ല. എന്നാ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ഹലോ, കേൾക്കോ? റേഞ്ച് പോയതാ. ഹലോ, അതെ, ചില്ലറ ക്ഷാമം, ചില്ലറ പ്രശ്നം. എങ്ങനെ? നിന്നെ പോലീസ് പിടിച്ചെന്നാ? എന്തിന്? ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചേനാ? ചേട്ടാ, ഞാൻ പറഞ്ഞതല്ലേ വണ്ടി ഓടിക്കാൻ പഠിക്കണല്ലോ. അപ്പഴേക്ക് നീ എന്തിന് ഹെൽമെറ്റ് ഇല്ലാണ്ട് വണ്ടി ഓടിക്കാൻ പോയത്? അതൊക്കെ വണ്ടി വാങ്ങുമ്പോ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഞാൻ എത്തിട്ടാ, പേടിക്കണ്ട. ഇത് ചില്ലറക്കിട്ട് വേണമെന്ന് വെലുസ. കബില് ചില്ലറ ഒപ്പിച്ചു തരാൻ വന്ന പെന്തായി. എത്ര പണം ഗംഭീറിന് കൊടുത്തു സാറേ? പകുതി. നിന്റെ പണം എത്ര ചെലവാക്കി? കുറച്ച് പണം മാത്രം ചെലവാക്കി. അത് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്തത്. അവനിങ്ങോട്ട് വന്നോട്ടെ. ഹലോ ഹലോ, നീ എവിടെയാ? വേഗം വായോ. ഫൈൻ അടച്ചില്ലെങ്കിലും ജയിലിലാക്കുന്ന പറയണത്. ഒന്ന് വേഗം വായോ. വെറ്റ് സാറേ. സത്യസന്ധനായ പപ്പീസനാ നീ കാരണം പേര് ദോഷം കിട്ടിയത്. ആ ഗംഭീരം കൂടി ഇങ്ങോട്ട് വന്നോട്ടെ. എന്നിട്ട് പണി കിട്ടിയെന്ന് തോന്നുന്നത്. ഇനിയിപ്പോ ഒരു വഴി. സാറ് കുറച്ച് പൈസ എനിക്ക് വഴിന്ന് വീണ് കിട്ടി സാറ്. വഴിന്ന് കിട്ടിയതാണ് സാറ്. നമ്മുടെ മാറ്റാ അപ്പുറത്തെ വഴിക്കോടെ പോയിരുന്നു. സത്യം പറഞ്ഞവനല്ല എന്നിട്ടാണ് സാറ് തെറ്റ് പറ്റിപ്പോയി സാറേ. ക്ഷമിക്കണം സാറ്. എത്ര കാശ് ചെലവാക്കി? കുറച്ച് കാശ് ചെലവാക്കിയിട്ടുള്ളൂ സാറ്. രണ്ടാളും ചെലവാക്കിയ കാശ് ജോലി ചെയ്തിട്ടുണ്ടാക്കി. അയ്യോ സാറ്, ഞങ്ങക്ക് ജോലി ഇല്ല സാറ്. ജോലി ഞാൻ തരാം, പേടിക്കണ്ട കേട്ടാ. അയ്യോ, ഞങ്ങക്ക് സ്കൂളിൽ പോണം സാറ്. സ്കൂളിൽ തന്നെ നിനക്കൊക്കെ ജോലി. വമ്പൻ സാറ് നിനക്കൊക്കെ അവിടെ ക്യാൻറ്റീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിനക്കൊക്കെ ജോലി. നമസ്കാരം സാറേ. വരണം ചേട്ടാ, വരണം വരണം. ചേട്ടന്റെ പണത്തിന്റെ ഒരു പങ്ക് വാങ്ങിച്ചോളൂ അവന്റെ കയ്യിൽ നിന്ന്. ബാക്കി പണവും അതിന്റെ പലിശയും ഇവർ സ്കൂൾ ക്യാൻറ്റീൻ നടത്തി വീട്ടും. മനസ്സിലായോ? മടിയന്മാരായി മറ്റുള്ളവരെ പറ്റിച്ചു നടന്നവർ ഇനി അധ്വാനിക്കട്ടെ. ജീവിതത്തിൽ അധ്വാനിക്കുന്നവനെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകൂ. കാട്ടിലെ കളിച്ചിരിയിൽ നിന്നും ജ്ഞാനത്തിന്റെ ലോകത്തിലേക്ക് വചനങ്ങളിലൂടെ ഒരു യാത്ര. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്ന് ടിങ്കു എന്താ ഞങ്ങളോട് പറയാനുള്ള വിശേഷം? അങ്കിൾ, ഇന്ന് അങ്കിളുടെ വിശേഷം അറിയണ്ടേ? എൻ്റെ വിശേഷമാണോ അറിയേണ്ടത്? അതെ. ഓക്കെ, എന്താ ടിങ്കുവിന് അറിയേണ്ടത്? അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താ? അങ്കിളിന് എല്ലാ ആഹാരവും ഇഷ്ടമാണ്. ടിങ്കുവിന് ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം? ഓക്കെ, അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. അപ്പം അത് ചോദിക്കണ്ട. അങ്കിളിന് ഇഷ്ടപ്പെട്ട കളർ എന്താണ്? ഓക്കെ, അത് നിങ്ങൾ പറയാം. ഓക്കെ,
അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറ് റോസ് കളറാണ്. അയ്യോ അതെനിക്കിഷ്ടം. നിനക്ക് ഇഷ്ടമാണോ? അതാണ്. ഓക്കെ, പിന്നെ എന്താ ചോദിക്കാനുള്ളത്? ഞങ്ങളെ ആ പ്രാർത്ഥിച്ചേക്കാം, ആ ഉത്തരം കിട്ടിയില്ലല്ലോ. പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കിട്ടിയിട്ടുണ്ടോന്നോ? ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അതിനൊക്കെ ഉത്തരം നൽകിയിട്ടുണ്ട്. ആണ് അങ്ങൾ. ടിങ്കു വല്ലതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ട് അങ്ങൾ. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിച്ചത്? ഉടുക്കിന് വേണ്ടി. ഉടുപ്പിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചല്ലേ? അതെ അതെ. എന്നിട്ട് ദൈവം ഉടുപ്പ് തന്നോ? തന്നു തന്നു. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ അങ്കിളുടെ ജീവിതത്തിലെ ഒരു എക്സ്പീരിയൻസ് ടിങ്കുവിൻ്റെ അടുത്ത് പറയാം. ഓക്കെ അങ്ങൾ. അങ്കിള് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്താണ് അങ്കിളുടെ കയ്യിലെ പൈസയൊക്കെ തീർന്നു. അപ്പോൾ അങ്കിളിന് ലേശം പൈസയൊക്കെ ആവശ്യമായിട്ട് വന്നു. എന്നിട്ട് എന്തുണ്ടായി അങ്ങൾ? പൈസ വരണമെങ്കിൽ കുറച്ചും കൂടി സമയമെടുക്കും. പക്ഷെ അന്ന് അത്യാവശ്യമായിട്ട് പൈസ കിട്ടിയേ മതിയാകുള്ളൂ. ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് എത്ര കാര്യം ആവശ്യമുണ്ട്, ദൈവം എനിക്ക് തരണം. എന്തുണ്ടായെന്നറിയാമോ? അന്ന് പതിവില്ലാതെ ഒരാൾ ആ ഹോസ്റ്റലിൽ എന്നെ കാണാനായിട്ട് വന്നു. അങ്കിളിന് അറിയുന്ന ഒരു അങ്കിളാണ്. എന്നിട്ടോ പോകാൻ നേരത്ത് അങ്കിൾ കുറച്ച് പോക്കറ്റ് മണി തന്നിട്ട് പോയി. എനിക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്രയും പണം അതിലുണ്ടായിരുന്നു. ദൈവം ജീവിക്കുന്നല്ലേ? തീർച്ചയായിട്ടും അങ്കിള് ദൈവം ജീവിക്കുന്നു എന്ന് അനുഭവിച്ചറിഞ്ഞ ചില നിമിഷങ്ങളിൽ ഒന്നാണത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ദൈവം ജീവിക്കുന്നുവെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പപ്പയും മമ്മിയും അല്ലെങ്കിൽ നമ്മുടെ അങ്കിൾമാരൊക്കെ ആയിരിക്കും തരുന്നത്. പക്ഷെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ച്, എനിക്ക് ഇന്ന കാര്യം ദൈവം തന്നുവെന്ന് ധൈര്യത്തോടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടോ? എനിക്ക് അങ്ങനെ പറയാൻ കഴിയണം. അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറച്ച വിശ്വാസത്തോടെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ വിഷയത്തിനും ദൈവം ഉത്തരം നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു സന്ദർഭം പറയണോ? ഓക്കെ. ഏലിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ താൻ മറ്റുള്ള വ്യക്തികളുമായിട്ട് ഒരു ബെറ്റ് വെച്ചു, ഒരു മത്സരം വെച്ചു. എന്താണെന്നറിയാമോ? ജീവിക്കുന്ന ദൈവം ഏതാണ് എന്നുള്ളതായിരുന്നു അവരുടെ വിഷയം. അവിടെയുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളെല്ലാം ഒരു യാഗപീഠം പണിയണം, എന്നിട്ട് നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് ഇത് തീ കൊണ്ട് കത്തി നശിപ്പിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ പറഞ്ഞു, അതുപോലെ ഞാനും ചെയ്യാം. അങ്ങനെ രാവിലെ മുതൽ ഉച്ചവരെ അവരെന്ത് ചെയ്തെന്നറിയാമോ? യാഗപീഠമൊക്കെ ഉണ്ടാക്കി അവർ ദൈവത്തോട് വിളിച്ചു, ദൈവമേ ഞങ്ങൾക്ക് ഈ യാഗപീഠം കത്തി നശിപ്പിക്കാൻ തീ അയക്കണം. പക്ഷെ ഉച്ചയായിട്ടും അവർക്ക് ഉത്തരം ലഭിച്ചില്ല. പിന്നീട് ഏലിയാവിൻ്റെ അവസരമായിരുന്നു. ഏലിയാവ് ദൈവത്തിൻ്റെ പ്രവാചകനാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവാചകൻ. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ ആളുകളുടെ മുമ്പിൽ ജീവിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തി തരണമേ. പിന്നീട് എന്താ ഉണ്ടായെന്നറിയാമോ? ഉടനെ സ്വർഗത്തിൽ നിന്നും തീയിറങ്ങി യാഗപീഠം മുഴുവൻ കത്തി നശിപ്പിച്ചു കളഞ്ഞു. അതോടുകൂടെ അവിടെ കൂടിയ ആളുകൾക്കെല്ലാം മനസ്സിലാക്കി ഏലിയാവിൻ്റെ ദൈവമാണ് ജീവിക്കുന്ന ദൈവം. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ ആദ്യം പങ്കുവെക്കേണ്ടത് ജീവനുള്ള ദൈവത്തോടാണ്. അതിനുശേഷമേ നമ്മുടെ അച്ഛനോടും അമ്മയോടൊക്കെ പങ്കുവെക്കാൻ പാടുള്ളൂ. കാരണം ദൈവമാണ് സകലവും നമുക്ക് തരുന്നത്. ആ ജീവനുള്ള ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടം. ഓക്കെ, ബൈ. ചിന്തയുടെ നറുമലരുകൾ വിതറിയ ഇന്നത്തെ എപ്പിസോഡ് എപ്പടി? എഴുതുക, അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ചിന്തയ്ക്കും അറിവിനുമായി കാത്തിരിക്കൂ അടുത്തയാഴ്ച വരെ. അതുവരെ ബൈ ബൈ.